കരയുകയാണ് പിണറായി വിജയനും ഗോവിന്ദമാഷും. പഠിച്ച 18ന്റെ പണിയെടുത്തിട്ടും സീറ്റ് കിട്ടുന്നില്ല. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലം വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അത് കണ്ടിട്ട് പിണറായി വിജയൻ ബോധം കെട്ട നിലയിൽ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് പിണറായി വിജയന് ആദ്യം നമ്മുടെ രാഹുലിനെ കുടുക്കിയിട്ട് 4 സീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ ജനങ്ങൾ കയ്യോടെ പിടിച്ചു. അതിനുശേഷം പിണറായി വിജയന് വീണ ജോർജിനെ കളത്തിലിറക്കി. കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിനെ അടിച്ചു എന്ന പച്ചക്കളവ് പറഞ്ഞു. അതും ഫലം കണ്ടില്ല. പിന്നീട് നമ്മുടെ കേരളത്തിന്റെ മഹാനടനായ മോഹൻലാലിനെ നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ട് വലിയൊരു ഇന്റർവ്യൂ നടത്തി. അതിൽ ലാലേട്ടന്റെ ഫാൻസ് പിണറായി വിജയൻ വോട്ടിടുന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത്. എന്നാൽ അതും കയ്യോടെ പൊട്ടി. നിലവിൽ ആ ഒരു സർവേ ഫലം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. കേരള പോലീസിനെ DYFIന്റെ പ്രവർത്തകർ ആക്രമിക്കുകയാണ്. കേരള പോലീസിന്റെ തന്തക്കും തള്ളക്കും വിളിക്കുകയാണ്, തെറിയോട് തെറി വിളിക്കുകയാണ്. അത് കേട്ടിട്ട് കേരള പോലീസിന്റെ ഒരു SI മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതിരിക്കുകയാണ്. ആ SIയോട് ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ തലയിൽ തൊപ്പി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതായത് ആ പോലീസിനെ SFIന്റെ പ്രവർത്തകൻ DYFIന്റെ പ്രവർത്തകന് നല്ലോണം തെറി വിളിക്കുമ്പോൾ, നായി എന്നൊക്കെ വിളിച്ചിട്ട് തെറി വിളിക്കുമ്പോൾ, തന്തക്കും തള്ളക്കും വിളിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാണ്ടിരിക്കുകയാണ്. പേടിച്ചിട്ട് DYFIന്റെ പ്രവർത്തകനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ പോലീസിനോട് ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. നിനക്ക് പറ്റിയ പണിയല്ല പോലീസിന്റെ, നീ എവിടെ എങ്ങോട്ടെങ്കിലും ഓടണം. ഞാനാണെങ്കിൽ പോലീസേ, ഞാനിപ്പോ പോലീസൊന്നുമല്ല, എന്നെ ഏതെങ്കിലും DYFIന്റെയോ ഏതെങ്കിലും SFIന്റെ പ്രവർത്തകൻ വന്നിട്ട് എന്റെ തള്ളക്കും തന്തക്കും വിളിച്ചാൽ ഞാൻ കരണത്തെ കൊന്നു കൊടുക്കും. 3 ദിവസത്തെ ദുനിയാവാണ്. കത്തിക്ക് പേടിക്കുന്ന ഒരാളല്ല ഞാൻ DYFIയെ. അതായത് ആ സാർ പേടിച്ച് വിറക്കുന്ന, ആ പോലീസ് പേടിച്ച് വിറക്കുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം വെച്ച് തരാം. ഓക്കെ, കണ്ടോ നിങ്ങൾ? തന്തക്കും തള്ളക്കും വിളിക്കുകയാണ്. ഇത് കേട്ടിട്ട് മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതിരിക്കുകയാണ് പോലീസ്. ആരെയാണ് സാറന്മാരെ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നു. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ നിങ്ങളെക്കാളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിളിച്ചിട്ട് ഒരു കൂട്ടം പോലീസ് സന്നാഹത്തെ നിങ്ങൾ വിളിക്കണമായിരുന്നു. അവനെ ആ സമയത്ത് തന്നെ അവന്റെ ചെവിട്ട്, അതായത് കാരണത്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ അവനോട് പറയുകയാണ്, ആ DYFIന്റെ ഈ പ്രവർത്തകനുണ്ടല്ലോ സാറിനോട് ചൂടായ, എടാ നാണമുണ്ടോടാ നിനക്ക്? നീയൊക്കെ ആരാടാ? നീയൊക്കെ ആരാണ്? നിന്റെ വിചാരം എന്താണ്? ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളോട് നീ വന്ന് നിന്റെ ഈ ഷോ ഇറക്കുക. അപ്പൊ അറിയും നിനക്ക് ഈ കൈയുടെ പവർ എന്ത് നിനക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആ പോലീസ് ഇവൻ ആരാണ്? ഇവൻ എത്ര വലിയ നേതാവട്ടെ, അവൻ ആരാണ് അങ്ങനെയൊക്കെ സാറന്മാരോട് മിണ്ടാണ്ട് അധികാരം കൊടുത്തത്? ഈ സാറാകട്ടെ പൂച്ചയെ പോലെ മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഈ സാറിനോടൊരു കാര്യം പറയാം. ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴെങ്കിലും ഹെൽമെറ്റ് വെക്കാൻ മറന്നാൽ, നിങ്ങളൊക്കെ തൊള്ള ഇത്ര വലുതാണല്ലോ, ആ തൊള്ള എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല? സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇവന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സർവേ ഫലം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ്. വീണ ജോർജിനെ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു ട്രോള്, സിനിമാ നായികന്മാരെ പോലും വെള്ളി വിളിക്കുന്ന രീതിയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് വലിയൊരു ട്രോള് വന്നിട്ടുണ്ട്. ആ ട്രോള് വലിയ വിവാദമാണ്. ആ ട്രോൾ ഉണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ചില CPMന്റെ പ്രവർത്തകർ പറയുന്നത്. എന്താണ് ആ ട്രോൾ? അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പക്ഷേ എനിക്കും എന്റെ പാർട്ടിക്ക് ഇത് ആവശ്യമുണ്ട്. അയ്യോ തമ്പുരാനെ, എന്നെ കാണാൻ ഇത്രയും പത്രക്കാരോടാ? ചേച്ചി, ഇപ്പൊ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ എണ്ണം കൂടി. അപ്പൊ ഏതും വാർത്തയാകും. അറിയാലോ, തകർത്തൊഴണം. ചേച്ചി കരയരുത്. ചേച്ചി KPPയുടെ ധീരയായ പ്രവർത്തകയാണ്. നടന്ന സംഭവം വിവരിക്കാമോ? വിവരിക്കാം. ഒരു സ്ത്രീയെ പോലീസ് വളരെ പൈശാചികമായി, നിഷ്ഠൂരമായി, അതിക്രൂരമായി, ദാരുണമായി മർദ്ദിച്ചു, തെരുവിൽ വലിച്ചിഴച്ചു.
പക്ഷേ ഞാൻ കരഞ്ഞില്ല. കാരണം എന്നെ പോലെ 10,000-കണക്കിന് സഹോദരിമാർ നിത്യവും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സ്ഥാനത്ത് ഞാൻ, അത്രേ ഉള്ളൂ. പോലീസിന്റെ തല്ലുകൊണ്ടപ്പോ പൊട്ടിയതെന്റെ തലയല്ല, സ്ത്രീ സമൂഹത്തിന്റെ അഭിമാനമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു കാര്യം ഞാൻ പറയാം പിണറായി വിജയനോട്. പൊന്നു പിണറായി വിജയൻ സർക്കാരെ, നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ലത് ചെയ്തിട്ടാണ്. ആദ്യത്തെ 5 വർഷം പിണറായി വിജയന്റെ ഭരണം നല്ലതെന്ന് ഞാൻ ഇന്നും പറയും, നാളെയും പറയും. കാരണം അതൊരു മികച്ചൊരു ഭരണമായിരുന്നു ആദ്യത്തെ 5 വർഷം. രണ്ടാമത്തെ 5 വർഷം ദുരന്തമാണ്. കേരളം ഇന്നവരെ കാണാത്ത അത്രയും ദുരന്തമായ ഭരണമാണ് പിണറായി വിജയ. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ കൂട്ടത്തോടെ എന്തെങ്കിലും ചെയ്ത്, അതായത് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പിണറായി വിജയൻ 3ാമത് ഭരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും. സത്യസന്ധമായാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് വേണം ഇപ്രാവശ്യം വോട്ടിടാൻ. ഓക്കെ. നമ്മുടെ വീണ ജോർജിന്റെ നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വന്തം അയൽവാസികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ഗോവിന്ദ മാസ്റ്റർ കരയുന്ന ഒരു വീഡിയോ ക്ലിപ്പ്. ഗോവിന്ദ മാസ്റ്ററിന് 2 എണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നമുക്ക് ഗോവിന്ദ മാസ്റ്ററിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. ഗോവിന്ദ സാറേ, ഗോവിന്ദ മാസ്റ്റേ, ഒരു കാര്യം പറയട്ടെ. ഇത് ഞാനൊരു കാര്യം പറയാം. സിനിമയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ദിലീപിനെയും വെള്ളുന്നൊരു അഭിനയമാണല്ലേ ഇവിടെ ഗോവിന്ദ മാസ്റ്റർ ചെയ്യുന്നത്. നമ്മളൊരു പടം ഇറക്കിയാലോ, ഗോവിന്ദ മാസ്റ്റർ നായകനും വീണ ജോർജ് നായകിയും, എങ്ങനെയാണ് സൂപ്പർ ഹിറ്റായിരിക്കും. ഇന്നവരെ കേരളം കാണാത്ത അത്ര മികച്ച അഭിനയമായിരിക്കും ആ സിനിമക്ക്. കാരണം ഇത്തിരി പ്രാക്ടിക്സ് പോലും ഇല്ലാതെ, പ്രൊഡ്യൂസറും ഒന്നും പറയാതെ, ആരും ഹെൽപ്പ് ചെയ്യാതെ ഇത്രയും അഭിനയിക്കാൻ ഇവറ്റകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവറ്റകൾക്ക് അതായത് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്ത് അഭിനയിപ്പിക്കാൻ പറഞ്ഞാൽ ഇവറ്റകൾ എങ്ങനെ അഭിനയിക്കും? എന്താണല്ലേ. വീണ ജോർജിന്റെ അയൽവാസികൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് നമുക്ക് ആ ഒരു സർവേ ഫലം ഒന്ന് നോക്കാം. ഓക്കെ. അതായത് ഏഷ്യനെറ്റിന്റെ സർവേ ഫലമാണ്. ഇഷ്ടംപോലെ പൈസ മേടിച്ചിട്ടുണ്ടാക്കിയ സർവേ ഫലത്തിൽ പോലും അവർ കൊടുക്കുന്നത് LDFന് 51 മുതൽ 59 സീറ്റാണ്. അതൊന്നും കിട്ടൂല. അതായത് നിലവിൽ കുറേ ഏകദേശം 20-32 സീറ്റാണ് ഇക്കുറി LDFന് കിട്ടാൻ പോകുന്നത്. അത്രയും കിട്ടിയ ഭാഗ്യം. ഓക്കെ. 30-32 സീറ്റ് കിട്ടുമ്പോൾ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന മഹാ ന്യൂസ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ സർവേ നടത്തുമ്പോൾ ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ LDFക്കാർ, ഞങ്ങളെ മോശമായിട്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോലും 59 സീറ്റാണ് ഈ പറഞ്ഞ LDFന് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാം, നമുക്ക് ഉറപ്പിക്കാം LDF 30-32 സീറ്റ് കൂടുതൽ LDFന് കിട്ടൂല. ഓക്കെ. അതിനുശേഷം ഇവറ്റകൾ നമ്മുടെ UDFന് കൊടുക്കുന്നത് 89 മുതൽ 86 സീറ്റാണ്. ഓക്കെ. ഉറപ്പായിട്ടും ഞാൻ പറയാം, 100-ൽ കുറയാത്ത സീറ്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. 100-ൽ കുറയാത്ത സീറ്റ് UDFന് കിട്ടും. 103-104 സീറ്റ് കിട്ടും. ഒരുപക്ഷെ BJPക്ക് 2-3 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം LDF പരാജയപ്പെടുത്തുമ്പോൾ LDFന്റെ വോട്ട് പോകുന്നത് BJPക്കാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നു, എൻ്റെ പൊന്നുമക്കളെ, പൊന്നു പ്രേക്ഷകരെ, പൊന്നമ്മമാരെ, സഹോദരിമാരെ, വോട്ട് വരുന്നുണ്ട്, ഇലക്ഷൻ വരുന്നുണ്ട്, സൂക്ഷിച്ചു വേണം. പിണറായി വിജയൻ ഒന്നും കൂടി ഭരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും നമ്മൾ ഓടേണ്ടി വരും. ഓക്കെ. നോക്കൂ, നിങ്ങൾ പോലീസ് സാറന്മാരെ അടക്കം തന്തക്കും തള്ളക്കും വിളിക്കുന്ന ധൈര്യം ഇവറ്റകൾക്ക് വന്നു എന്നെങ്കിൽ കേരളം അവറ്റകളുടെ കയ്യിലാണ്. പോലീസ് അവറ്റകളെ അറസ്റ്റ് ചെയ്താൽ നിമിഷത്തിന് മുമ്പ് ആ പോലീസിന്റെ തൊപ്പി തെറുക്കും. അതുകൊണ്ടാണ് പോലീസ് ആ മനുഷ്യൻ മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാണ്ടിരുന്നത്. അതുകൊണ്ട് പറയുകയാണ്, വീണ്ടും അവറ്റകൾ ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ. ഞാൻ ഈ അയൽവാസികൾ, വീണ ജോർജിന്റെ അയൽവാസികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. ഓക്കെ. ആരും ഒന്നും ചെയ്തില്ല. കഴുത്തിന് വേദന, നെഞ്ചുവേദനയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ജനങ്ങളുടെ മുമ്പിൽ ഒരു സിമ്പതി പിടിച്ചു വരാനുള്ള ട്രിക്കാണത്. അത് എല്ലാ കൊച്ചുപിള്ളേർക്കും അറിയാം. അതിന് വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല. അത് വെറും നാടകമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള നാടകം. അതായത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പതി ഉണ്ടാക്കാൻ. UDFകാരൊക്കെ അക്രമികളാണെന്നും ഇവരൊക്കെ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ, ജനങ്ങളുടെ സിമ്പതി നേടാൻ താട്ടിപ്പാണ്. നമ്മുടെ ന്യൂസിൽ കാണുമ്പോഴേക്കും ആ വ്യക്തി അയാളെ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പോലീസിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് നല്ലപോലെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഇനിയിപ്പോ ഇലക്ഷനൊക്കെ വരുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഡ്രാമ തന്നെയാണ്. വീണാജോർക്ക് അഭിനയം ഇലക്ഷന്റെ ഒരു, അതായത് ഇടതുപക്ഷം നശിച്ച് ഈ ഒരു പേരും പറഞ്ഞ കേരളം മൊത്തത്തും DYFകാർ ഇന്നലെ ITയുടെ എന്തെല്ലാം മോശം കാണിച്ചത്.
അപ്പൊ അതൊന്നും ഒരു ശരിയായ വശമല്ല. അത് ഒരു അവസാനത്തിന്റെ ലക്ഷണം. നാടകമാണ്, പക്കാ നാടകമാണ്. കണ്ടാൽ തന്നെ അറിയില്ല, വീഡിയോ കണ്ടാൽ അറിയില്ല. എങ്ങനെ വിശ്വസിക്കാൻ പറ്റാം? ഈ പ്രതിഷേധിച്ചവർ അവരടുത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ദൈവം പറയുന്നത് ആ വിഷുവിനകത്ത് പുള്ളിക്കാരി ഇങ്ങനെ ചുമ്മാ കൈപിടിക്കുന്ന ആൾ തല്ലുന്നതും അടിക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. അവര് സമരം ചെയ്ത് മുന്നോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ സമരം ചെയ്യുന്നതിൽ അവര് അവസാനം ഇങ്ങനെ താടി ഇങ്ങനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്ര ഷോ ആയിട്ട് തോന്നുന്നു. ഇലക്ഷൻ വരെയല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രതിഷേധിക്കണോ? ശരിക്കും പ്രതിഷേധിക്കണം. ഞാൻ പറഞ്ഞു വട്ടപ്പൂജ. കണ്ടോ, ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. വീണ ജോർജ് കയ്യോട് പിടിക്കുകയാണ്. അതായത് എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് ഒരാൾ 1 പവന് സ്വർണവും പിന്നീട് കുഴിമന്തിയും 1 ലക്ഷം രൂപയുമാണ് പ്രഖ്യാപനം. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ഈ പറയുന്ന വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യമോ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തന്നാലാണ് ഈ പറയുന്ന സ്വർണം കിട്ടുന്നത്. അത്രയും ഉറപ്പാണ്. ഇത് ഗതികേടിലാണ് CPM 4 വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് 5 വർഷം പിണറായി വിജയൻ മൊത്തത്തിൽ 10 വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഇലക്ഷന് വരാൻ 2 മാസം ഇരിക്കെ 1000 രൂപ പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും. 18 വയസ്സായതിനു ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് 18ഓ 30ഓ അതിന് ചെറിയൊരു ഉറപ്പില്ല. അതായത് 30ഓ 18ഓ വയസ്സായിട്ടുള്ള സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ മാസം 1000 രൂപ പിണറായി വിജയൻ സർക്കാരിൻ്റെ വക. ഒരു കാര്യം ബോധമുള്ളവന്, അന്നം തിന്നുന്നവന് അറിയും പിണറായി വിജയ വോട്ട് വരുന്നത് കൊണ്ടാണ് നിങ്ങളത് പ്രഖ്യാപിച്ചത് എന്ന്. നിങ്ങൾക്ക് അത്രയും കേരളത്തിലുള്ള അമ്മമാരോട് ഉമ്മമാരോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ കയറിയ സമയത്ത് ഇത് കൊടുത്തിട്ടില്ല? നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കാരണം പിണറായി വിജയന്റെ സർക്കാർ പോകുന്നത് അതിനാകെ 2 മാസമാണുള്ളത്. ആ 2 മാസം 1000 രൂപ വെച്ച് കൊടുക്കാം. അതിന് കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, പിന്നെ കോൺഗ്രസിന്റെ തലയിൽ ഇട്ടാൽ മതിയല്ലോ. അതായത് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ കുടുങ്ങുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഖജനാവിൽ ഒന്നുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഖജനാവ് തന്നെ ശരിയാക്കാൻ കുറച്ച് കാലാവധി വേണം. ഓക്കെ, ഖജനാവിൽ എന്തുമില്ല, എല്ലാം പിണറായി വിജയന്റെ എല്ലാവർക്കും കൊടുത്ത് തീർന്നു കഴിഞ്ഞു. എന്താണല്ലേ. അതുകൊണ്ട് വീണ്ടും ഒരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പൊന്നു ഉമ്മമാരെ, അമ്മമാരെ, വോട്ട് വരാനിരിക്കുന്നു. ചിന്തിച്ച് വേണം നിങ്ങൾ വോട്ടിടാൻ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ തല അടക്കം പോകാൻ സാധ്യതയുണ്ട്. പോയാലും കുഴപ്പമില്ല. ഈ ലോകത്ത് പിണറായി വിജയനല്ല എത്ര വലിയ SFIക്കാരാണെങ്കിലും കൂടുതൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു 80 വയസ്സ് വരെ ജീവിക്കും. അതിനിടെ മരിച്ചു പോകും. അത്ര കാലം. അതിനിപ്പോൾ ഞാൻ നാളെ മരിച്ചാൽ എന്നെ ആരെങ്കിലും കൊന്നാൽ തീർന്നു, സുഖമായിട്ട് കിടന്നുറങ്ങും. അത്രയും ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് മരിക്കാനുണ്ട്. എൻ്റെ ഈ ഒരു വ്ളോഗ് കണ്ടിട്ടെങ്കിലും 4 ആൾ നന്നാവട്ടെ, പിണറായി വിജയൻ വോട്ടിടാതിരിക്കട്ടെ. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.